إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഏറെ പാണ്ഡിത്യമുള്ള ഒരു സ്വഹാബിയായിരുന്നു ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് അൽ അൻസ്വാരി അൽ ഖസ്റജി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബൂ യഅല എന്ന അപരനാമത്തിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദര പുത്രനായിരുന്നു ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. വിവരവും വിവേകവും അറിവും തിരിച്ചറിവും ഒന്നിച്ചു മേളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഷദ്ദാദ് മിമ്മൻ ഊതിയൽ ഇൽമ വൽ ഹിൽമ. ഷദ്ദാദ് എന്ന സ്വഹാബി എന്ന വ്യക്തി മിമ്മൻ ഊതിയൽ ഇൽമ വൽ ഹിൽമ, വിവരവും വിവേകവും ഒന്നിച്ചു ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു. പാണ്ഡിത്യവും പക്വതയും ഒന്നിക്കുമ്പോഴാണ് സമൂഹത്തിന് ഉപകാരപ്പെടുക. അത് രണ്ടുമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു എന്ന് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലികുല്ലി ഉമ്മത്തിൻ ഫഖീഹ്, ഓരോ ഉമ്മത്തിലും ഓരോ സമൂഹത്തിലും അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുണ്ടാകും. വഫഖീഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അഗാധജ്ഞാനമുള്ള പണ്ഡിതൻ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു അറിയിക്കുകയാണ്. പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, വകാന ഷദ്ദാദു കസീറൽ ഇബാദ, ഷദ്ദാദ് റളിയല്ലാഹു അൻഹു ധാരാളം ഇബാദത്തുകൾ ചെയ്തിരുന്ന ഒരു ആബിദായിരുന്നു. വൽ വറഅ, ഭൗതിക വിരക്തിയോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. വൽ ഖൗഫി മിനല്ലാഹി തആല, അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ട് പേടിച്ച് ഖുശൂഅോടുകൂടി ഖശിയത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. ഹിജറ 58 മരണപ്പെടുന്ന സമയത്ത്
75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഫലസ്തീനിലെ ഖുദ്സിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നതും ഖബറടക്കപ്പെടുന്നതും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് നൽകിയ വിലപ്പെട്ട ഉപദേശങ്ങൾ, 11 കാര്യങ്ങൾ, അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥന അടങ്ങുന്ന ഉപദേശങ്ങൾ സൂചിപ്പിക്കാനാണ് ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദാദിനെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഷദ്ദാദ് ഇബ്നു ഔസ്, അല്ലയോ ഷദ്ദാദേ, ഇദാ റഅയ്ത الناس قد اقتنزوا الذهب والفضة, ജനങ്ങൾ മുഴുവൻ സ്വർണവും വെള്ളിയും ശേഖരിക്കുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, പാടവും പറമ്പുമായി പണ്ടവും പണവുമായി ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ നെട്ടോട്ടമോടുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, ഫഖ്തനിസ് ഹൗലാഇൽ കലിമാത്ത്, നീ അതിന്റെ പിന്നാലെ ഒന്നും പോകാതെ ഈ 11 കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് അത് ശേഖരിച്ചു കൊള്ളുക, അത് തങ്കരിച്ചു കൂട്ടുക, അത് ഒരുമിച്ച് കൂട്ടുക. ആളുകൾ ഭൗതികതയുടെ പിന്നാലെ ഭൗതികതയുടെ പളപ്പളപ്പിൽ ഓടിപ്പായുമ്പോൾ കണ്ണുവായിക്കാതെ നീ 11 കാര്യങ്ങൾ റബ്ബിനോട് യാചിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്ത് ഫഖ്തനിസ് ഹൗലാഇൽ കലിമാത്ത്, ഈ 11 കാര്യങ്ങൾ നീ റബ്ബിനോട് ചോദിച്ചോ എന്ന് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരു തവണ പോലും പ്രാർത്ഥിക്കാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് തുടരണം. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ അത് തുടങ്ങണം. 11 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക വഅസ്അലുക ഖൽബൻ സലീമാ ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, ഇഷ്തമല അലാ ജിമാഇൽ ഖൈർ വ അബ്വാബിൽ ബിർ. ഇഷ്തമല, ഈ പ്രാർത്ഥനയിൽ ഒന്നിച്ചു വന്നിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അലാ ജിമാഇൽ ഖൈർ, എല്ലാ നന്മകളും റബ്ബിനോട് ചോദിക്കാനുള്ള മുഴുവൻ വാചകങ്ങളും ഇതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അബ്വാബൽ ബിർ, നന്മയുടെ കവാടങ്ങൾ തുറക്കാൻ ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. എല്ലാ നന്മയുടെയും ഭാഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അസ്സബാത ഫിൽ അംർ, കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ്. ഞാൻ മനസ്സിലാക്കിയ നന്മയിൽ, സത്യത്തിൽ ഇടറിപ്പോകാതെ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ്, ഇസ്തിഖാമത്ത് റബ്ബേ നീ എനിക്ക് നൽകണമേ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒന്നാമതായി ചോദിക്കാൻ പഠിപ്പിക്കുന്നത്. ഒരു നന്മ മനസ്സിലാക്കുക എന്നതിലേറെ പ്രധാനമാണ് ആ മനസ്സിലാക്കിയ നന്മയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത്. ഒരു സത്യം തിരിച്ചറിയുക എന്നതിലേറെ പ്രധാനമാണ് തിരിച്ചറിഞ്ഞ സത്യവുമായി ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത്. അതുകൊണ്ട് ഇസ്തിഖാമത്തിനു വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദവാമു അലദ്ദീനി വൽ ഇസ്തിഖാമത്തു അലൈഹി, ദീനിൽ ഉറച്ചു നിൽക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും സാധിക്കുക എന്നതിനെയാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. സഹോദരങ്ങളെ, എത്രത്തോളമെന്നോ നമ്മൾ ശക്തമായി റബ്ബിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ശക്തമായ കാവലും കരുതലുമില്ലെങ്കിൽ ഏത് തിന്മയിലേക്കും നമ്മൾ തെറ്റിപ്പോകും, ഏത് നന്മയിൽ നിന്നും നമ്മൾ പിഴച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ കാവലുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ശക്തമായ സംരക്ഷണമുള്ളത് കൊണ്ടാണ് ഓ പ്രവാചകരെ അങ്ങ് തിന്മയിലേക്ക് പോകാത്തത് എന്നാണ്. അള്ളാഹു പറയുകയാണ്, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വലൗലാ അൻ സബ്ബത്നാക, ഓ
ഓ പ്രവാചകരെ, താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീലാ, അല്പസ്വല്പമൊക്കെ താങ്കളും ആ കാഫിറുകളിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു, തിന്മയിലേക്ക് പോകുമായിരുന്നു എന്ന് പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ ഈ ജീവിതത്തിലും ഇനി മരണത്തിലും ഇരട്ടി ഇരട്ടി ശിക്ഷയായിരിക്കും താങ്കൾക്ക് നാം നൽകുക. നമുക്കെതിരെ ഒരു സഹായിയെയും പിന്നീട് നിങ്ങൾക്ക് കണ്ടെത്താനാവുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ, അള്ളാഹുവിന്റെ നടപടി വന്നാൽ തട്ടിമാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ താങ്കളും പിഴച്ചു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വാചകം എത്ര തവണ നമ്മൾ റബ്ബിനോട് ചോദിക്കണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. അല്ലാഹുവേ, നന്മയിൽ ഉറച്ചു നിൽക്കാൻ, തിന്മയിലേക്ക് പോകാതിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് റബ്ബിനോട് നിരന്തരമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം തവണ നടത്തിയ പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥനയായിരുന്നു എന്നത് സഹോദരങ്ങളെ നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ. വിശുദ്ധ ഖുർആൻ 11-ാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 112-ാമത്തെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വചനമാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ചത്. അല്ലാഹു പറയാണ്, ഫസ്തഖിം കമാ ഉമിർത്, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നന്മയിൽ താങ്കൾ ഉറച്ചു നിൽക്കണം. വമൻ താബ മഅക്, താങ്കളോടൊപ്പം തൗബ ചെയ്ത് നല്ലവരായി ഒപ്പം കൂടിയ ആളുകളും നന്മയിൽ ഉറച്ചു നിൽക്കണം. വലാ തതഗൗ, അതിരുകവിഞ്ഞ് തിന്മകളിലേക്ക് പോകരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികളും താബിഈകളും ഒക്കെ പറയുന്നത് എന്താണെന്നോ, മാ നസല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഖുർആനിൽ ഒരായത്തും ഇറങ്ങിയിട്ടില്ല. കാനത് അശദ്ദ വല അശഖ അലൈഹി മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിനേക്കാളും പേടിപ്പിക്കുന്ന, ഈ ആയത്തിനേക്കാളും ഗൗരവമുള്ള ഒരായത്തും ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. ഏത് ആയത്തിനേക്കാളും ഓ പ്രവാചകർ, താങ്കൾക്ക് ലഭിച്ച കൽപ്പനയോളം ഉറച്ചു നിന്നോ, പിഴച്ചു പോകരുത്. താങ്കളും താങ്കളോടൊപ്പം വിശ്വസിച്ചവരും നന്മയിൽ ഉറച്ചു നിൽക്കണം, വഴിതെറ്റരുത് എന്ന പ്രവാചകനോടുള്ള കൽപ്പനയോളം ശക്തമായൊരു കൽപ്പന ഖുർആനിൽ ഇല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ, അക്രമം ചെയ്തവരിലേക്ക് ചായ്ഞ്ഞു പോകല്ലേ പ്രവാചകരെ, തിന്മകളിൽ മുഴുകുന്ന ആളുകളോടൊപ്പം പോകരുത് പ്രവാചകരെ. ഫതമസ്സകുമുന്നാർ, അങ്ങനെ സംഭവിച്ചാൽ നരകം താങ്കളെ പിടികൂടും. അള്ളാന്റെ റസൂലിനോട് അല്ല പറയാണ്, തിന്മ ചെയ്യുന്നവരോടൊപ്പം പോകരുത്, നന്മയിൽ ഉറച്ചു നിൽക്കണം പ്രവാചകരെ. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ, തിന്മ ചെയ്യുന്നവരോടൊപ്പം താങ്കളെങ്ങാനും ചാഞ്ഞു പോയാൽ, ഫതമസ്സകുമുന്നാർ, നരകം താങ്കളെ പിടികൂടും. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ, അള്ളാഹുവിന് പുറമെ ഒരു സഹായികളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, ഒരു സഹായവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ സത്യമായി മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിനായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. സുഫിയാൻ ഇബ്നു അബ്ദില്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദുൻ ഗൈറക്. ഓ പ്രവാചകരെ, എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം, താങ്കളോടല്ലാതെ എനിക്ക് ആരോടും ചോദിക്കാൻ കഴിയാത്ത, ഇസ്ലാമിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരു കാര്യം താങ്കൾ പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം, ഒരു കാര്യം ചെയ്യ്, നീ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുകയും എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യൂ. നീ സത്യം മനസ്സിലാക്കുകയും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം വൽ അസീമത അലർ റുഷ്ദി, വൽ അസീമത അലർ റുഷ്ദി, സന്മാർഗത്തിലെ ദൃഢനിശ്ചയം നീ എനിക്ക് നൽകണമേ. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. സത്യത്തിൽ ഉറച്ചു നിൽക്കാനും
സന്മാർഗം കണ്ടെത്തിയിട്ട് അതിലൂടെ മുന്നോട്ട് പോകാനും നീ എന്നെ സഹായിക്കണമേ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ കാര്യവും നല്ല രീതിയിൽ ചെയ്യാനും അങ്ങനെ വിജയവും രക്ഷയും സഹായവും കരസ്ഥമാക്കാനും എനിക്ക് നീ തൗഫീക്ക് നൽകണമേ എന്നാണ് അതിന്റെ അർത്ഥം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് അത് മുഖേന വിജയിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് രണ്ടാമതായി പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, മൂന്നാമത്തേത് വഅസ്അലുക മുജിബാതി റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യം നേടാനാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തൗഫീക്ക് നൽകണേ. അല്ലാഹുവേ നിന്റെ കാരുണ്യം കിട്ടാൻ എന്തൊക്കെയാണോ എന്റെ ജീവിതത്തിൽ വേണ്ടത് അതൊക്കെ ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ റഹ്മത്തിനു വേണ്ടി നിന്റെ കാരുണ്യത്തിനു വേണ്ടി യാചിക്കുന്നവരാണ് ഞങ്ങൾ. നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ ആഗ്രഹം, നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ ആവശ്യം. അത് നേടാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ എന്നാണ് മൂന്നാമതായി പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ് ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഗുഹയിൽ അഭയം തേടിയ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. വഹയ്യിഗ് ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ കാര്യങ്ങളെയൊക്കെ ഒരു തന്റേടം, ഒരു സന്മാർഗബോധം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചതെങ്കിൽ മൂന്നാമതായി റബ്ബിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹുവേ നിന്റെ കാരുണ്യം കിട്ടാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെയും നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. സഹോദരങ്ങളെ, നാലാമത്തേത് വഅസായിമ മഗ്ഫിറതിക, നിന്റെ പാപമോചനം കിട്ടാൻ, മഗ്ഫിറത്ത് കിട്ടാൻ ഞങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് സഹോദരങ്ങളെ നാലാമതായി ചോദിക്കുന്നത്. മൂന്നാമത്തേതും നാലാമത്തേതും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? മർഹമത്തും മഗ്ഫിറത്തും നൽകണേ അല്ലാഹ്, കാരുണ്യവും പാപമോചനവും നൽകണേ അല്ലാഹ്. ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരികയും നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം നൽകുകയും ചെയ്യണമേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തുമാണ് മൂന്നാമത്തേതും നാലാമത്തേതുമായി ചോദിക്കാൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വഅസായിമ മഗ്ഫിറതിക, അല്ലാഹുവേ നിന്റെ പാപമോചനം കിട്ടാൻ ആവശ്യമായത് ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, അഞ്ചാമത്തേത് വഅസ്അലുക ശുക്ര നിഅമതിക, അല്ലാഹുവേ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ തൗഫീഖ് നൽകണേ. സഹോദരങ്ങളെ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും. പക്ഷെ പലപ്പോഴും നമുക്കതറിയാത്തത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. ഒരല്പസമയത്തേക്ക് ഹൃദയമിടിപ്പ് നിന്നു പോകുമ്പോഴാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കിഡ്നി ഒരാഴ്ചക്ക് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് അതിന്റെ പ്രയാസം നമ്മൾ അറിയുന്നത്. ഡയാലിസിന് വിധേയമാകുമ്പോഴാണ് ആ നിഅമത്ത് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലാഹുവേ നീ ചെയ്യുന്ന ഓരോ നിമിഷവും, നീ ചെയ്യുന്ന ഓരോ അനുഗ്രഹത്തിനും ഓരോ നിമിഷവും നന്ദി കാണിക്കാൻ വഅസ്അലുക ശുക്ര നിഅമതിക, നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളമായി സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ അനുഗ്രഹവും ആസ്വദിക്കുമ്പോൾ അതിന് നന്ദി കാണിക്കാനുള്ള മനസ്സ് എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് തേടണം. ആറാമത്തേത് വഹുസ്ന ഇബാദതിക, വഹുസ്ന ഇബാദതിക, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, നിന്നെ ആരാധിക്കുന്നത് നല്ല രീതിയിലാക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഈ അഞ്ചാമത്തേതും ആറാമത്തേതും തമ്മിൽ ബന്ധമുണ്ട്. അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നിന്നെ നല്ല നിനക്ക് ആരാധിക്കാനും നീ എനിക്ക് തൗഫീഖ് നൽകണമേ എന്നാണ് അതിലൂടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരാനന്തരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ അഇന്നി നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ, വശുക്രിക നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഏഴാമത്തെ കാര്യം വഅസ്അലുക ഖൽബൻ സലീമാ, വഅസ്അലുക ഖൽബൻ സലീമാ, അല്ലാഹുവേ
ശുദ്ധമായൊരു ഹൃദയം തരണേ, കുറ്റമറ്റ ഹൃദയം തരണേ, നല്ല ഹൃദയത്തിന്റെ ഉടമയാക്കണേ, നല്ല മനസ്സിന്റെ ഉടമയാക്കണേ. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ ആ വാചകം. നമ്മുടെ ഖൽബ് സലീമാകണം, തിന്മകളില്ലാത്ത, ഹറാമുകളില്ലാത്ത, വിദ്വേഷവും പകയുമില്ലാത്ത ശുദ്ധ മനസ്സിന്റെ ഉടമയാകണം ഞാനും നിങ്ങളും. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹ് പഠിപ്പിക്കാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം വരാനുണ്ട്. സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത, സന്താനങ്ങളെ കൊണ്ട് വിജയിക്കാനാകാത്ത ഒരു ദിവസം വരാനുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ദിവസമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം, വഅസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഖൽബൻ സലീമ, ഖൽബൻ സലീമ, കുറ്റമറ്റൊരു ഹൃദയത്തെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എട്ടാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചത് വലിസാനിൻ സ്വാദിഖ, സത്യം പറയുന്ന ഒരു നാവിനെ തരണേ അല്ലാഹ്. ഇത് രണ്ടും സഹോദരങ്ങളെ വലിയ ബന്ധമുണ്ട്. കുറ്റമറ്റ ഹൃദയമുള്ളവർക്ക് സത്യം പറയുന്ന നാവുണ്ടാവുകയുള്ളൂ. സത്യം മാത്രം പറയുന്നവന്റെ ഹൃദയമേ ശുദ്ധിയാവുകയുള്ളൂ. ഖൽബൻ സലീം, അതുപോലെ തന്നെ ലിസാനുൻ സ്വാദിഖും, അത് രണ്ടും നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, കുല്ലു മഖ്മൂമിൽ ഖൽബ്, ഹൃദയം ശുദ്ധീകരിച്ചവൻ, വസദൂഖിൽ ലിസാൻ, നാവ് സത്യം പറയാൻ ഉപയോഗിക്കുന്നവൻ. സത്യം പറയുന്ന നാവും കുറ്റമറ്റ ഹൃദയവും ഉള്ളവൻ ചേർത്തി പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ തിരിച്ചു ചോദിച്ചു, ഖാലു സദൂഖുൽ ലിസാനി നഅരിഫുഹു യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, സത്യം പറയുന്ന നാവുള്ളവൻ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഖ്മൂമുൽ ഖൽബ്, ഹൃദയം മഖ്മൂമാക്കിയവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, കുശുമ്പില്ലാത്ത, വാശിയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമ, അതാണ് മഖ്മൂമുൽ ഖൽബ്. അതാണ് മഖ്മൂമുൽ ഖൽബ്. അറബി ഭാഷയിൽ മഖ്മൂമുൽ ഖൽബ് അല്ലെങ്കിൽ ഖമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടൈൽസൊക്കെ ആദ്യം വെള്ളമൊഴിച്ച്, പിന്നീട് ചൂല് കൊണ്ടടിച്ച്, പിന്നെ വീണ്ടും വെള്ളമൊഴിച്ച്, പിന്നെ സോപ്പ് വെള്ളം കൊണ്ട് കഴുകി, പിന്നെ ഉണങ്ങിയ തുണിക്കഷ്ണം കൊണ്ട് തുടച്ചെടുത്താൽ കിട്ടുന്ന വൃത്തിക്കാണ് മഖ്മൂം എന്ന് പറയുക. നമ്മുടെ വാഹനത്തിന്റെ ഗ്ലാസ് ആദ്യം വെള്ളമൊഴിച്ച് പൊടി കളഞ്ഞ്, പിന്നീട് സോപ്പ് വെള്ളം കൊണ്ട് കഴുകി, വീണ്ടും വെള്ളമൊഴിച്ച്, വീണ്ടും വെള്ളമൊഴിച്ച്, അവസാനം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താൽ കിട്ടുന്ന വൃത്തിക്കാണ് മഖ്മൂം എന്ന് പറയുക. മഖ്മൂമുൽ ഖൽബാകണം. ആരോടും ദേഷ്യമില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷവും പകയുമില്ലാത്ത ഹൃദയം റബ്ബേ നീ എനിക്ക് നൽകണമേ എന്ന് ഒരു അടിമയോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ. അതാണ് 7ഉം 8ഉം കാര്യങ്ങളെങ്കിൽ ഒൻപതാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ നിനക്കറിയുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, എനിക്ക് പലതിനെ കുറിച്ചും അറിയില്ല, അത് നന്മയാണോ തിന്മയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയും, നിനക്കറിയുന്ന നന്മകൾ അല്ലാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുകയാണ്. 10ാമതായി വഅഊദു ബിക മിൻ ശർരി മാ തഅലം, അല്ലാഹുവേ നിനക്കറിയുന്ന തിന്മകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. എനിക്കറിയില്ല അത് തിന്മയാണോ എന്ന്, എനിക്കറിയില്ല അതിന്റെ അബദ്ധം എന്താണെന്ന്, പക്ഷേ നിനക്കറിയും. നിനക്കറിയുന്ന തിന്മകളിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. നിനക്കറിയുന്ന നന്മകൾ ഞാൻ ചോദിക്കുന്നു, നിനക്കറിയുന്ന തിന്മകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അതാണ് 9ാമത്തേതും 10ാമത്തേതുമായ കാര്യങ്ങൾ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം. 11ാമതായി അവസാനമായി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, നിനക്കറിയുന്ന ഒരുപാട് അബദ്ധങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ടാകും. വഅസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്.
പുറത്തു തരണേ അല്ലാഹ്, പാപിയാണ് ഞാൻ, തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയ അടിമയാണ് ഞാൻ, പുറത്തു തരണേ അല്ലാഹ്. എന്നിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, നീ പറയണം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, നീയാണ് അദൃശ്യജ്ഞാനം അറിയുന്നവൻ, നീ എല്ലാം അറിയുന്നവനാണ്. അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് നീ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, ഹാദാ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, സുആലുൻ ജാമിഉൻ, എല്ലാം അടങ്ങുന്നൊരു ചോദ്യമാണ്, ലിൽ ഇസ്തിആദതി മിൻ കുല്ലി ശർർ, ഏതേത് തിന്മകളിൽ നിന്നും രക്ഷ തേടാനുള്ള ഒരു പ്രാർത്ഥനാ വാചകമാണ് ഇത്. വതൽബി കുല്ലി ഖൈർ, എല്ലാ നന്മകളും ചോദിക്കാനുള്ള ഒരു പ്രാർത്ഥനാ വാചകമാണ് ഇത് എന്ന് ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ തുടരണം. ജീവിതത്തിൽ ഈ പ്രാർത്ഥന വലിയൊരു ആയുധമായി നാം കാണണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അടങ്ങുന്ന 11 കാര്യങ്ങളാണ് ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത്തേത്, കാര്യങ്ങളിൽ ദൃഢത, ഉറച്ചു നിൽക്കാനുള്ള, സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിനെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എങ്കിൽ. രണ്ടാമത്തേത്, ഓരോ കാര്യവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വിജയവും സഹായവും കരസ്ഥമാക്കാനുള്ള തൗഫീഖിനെയാണ് ചോദിക്കുന്നത്. മൂന്നാമത്തേത്, റഹ്മത്തിനെയും നാലാമത്തേത് മഗ്ഫിറത്തിനെയും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അഞ്ചാമത്തേത്, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള മനസ്സും നല്ല നല്ല ഇബാദത്തുകളിൽ മുഴുകാനുള്ള തൗഫീഖും ആറാമതായി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഏഴാമത്തേത്, കുറ്റമറ്റ ഹൃദയവും എട്ടാമത്തേത്, സത്യം പറയുന്ന നാവും എനിക്ക് നൽകണമേ എന്ന റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. ഒൻപതാമത്തേത്, അള്ളാഹുവിനറിയുന്ന നമുക്കറിയാത്ത മുഴുവൻ നന്മകളും ചോദിക്കുകയും പത്താമത്തേത്, അള്ളാഹുവിനറിയുന്ന നമുക്കറിയാത്ത എല്ലാ തിന്മകളിൽ നിന്നുമുള്ള രക്ഷ തേടലുമാണ്. 11ാമത്തേത് ഇസ്തിഗ്ഫാറാണ്. ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അസ്തഗ്ഫിറുക, അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നതും ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലും കാലിഫോർണിയയിലുമൊക്കെ പടർന്ന തീയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റ് വീശുന്നതിനാലും ധാരാളം ഉണങ്ങിയ മരങ്ങൾ ഉള്ളതിനാലും നിയന്ത്രിക്കാനാകാത്ത വിധം കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പല വ്യാഖ്യാനങ്ങളും പല വിശദീകരണങ്ങളും പല രീതിയിലും ആളുകൾ അതിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്, വലിയ ദുരന്തമാണ്, പരീക്ഷണമാണ് എന്നൊക്കെ പല രീതിയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ അത് റബ്ബ് കൊടുക്കുന്ന ശിക്ഷയാണ്, അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലുള്ള ദുരന്തങ്ങളാണ് എന്ന് പറയണമെങ്കിൽ അതിന് വഹ്യ് തന്നെയാണ് നിദാനമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉറപ്പിച്ചു പറയുക നമുക്ക് സാധ്യമേ അല്ല. എന്നിരുന്നാലും വളരെ ഗൗരവത്തിൽ നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. അതെന്താണ്? എത്ര വലിയ ശക്തിയുള്ളവരാണെങ്കിലും ഏത് പവർ ഉപയോഗിക്കുന്നവരാണെങ്കിലും ലോക പോലീസ് ചമഞ്ഞാലും അള്ളാഹുവിന്റെ നടപടികളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം മനുഷ്യൻ ദുർബലനാണ് എന്ന ഒരു പാഠം സഹോദരങ്ങളെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വഖുലിക്കൽ ഇൻസാനു ദഈഫ,
മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ അതീവ ദുർബലനായിക്കൊണ്ടാണ് എന്ന ഖുർആനിന്റെ അധ്യാപനം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഭാഗത്തെയും അവർക്കെതിരെ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞു, സുമ്മ അഖദത്തിൽ ലദീന കഫറു, കാഫിറുകളെ, സുമ്മ അഖദത്തുൽ ലദീന കഫറു, കാഫിറുകളെ നാം അങ്ങ് പിടികൂടി. ഫകൈഫ കാന നകീർ, എങ്ങനെ ഉണ്ടായിരുന്നു അത്? അള്ളാഹുവിന്റെ ഓരോ നടപടികളും വന്ന് ഓരോ മനുഷ്യരെയും പിടികൂടിയതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫകൈഫ കാന നകീർ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ രോഷം, എന്റെ നടപടി എങ്ങനെ ഉണ്ടായിരുന്നു? ആർക്കാണത് നിയന്ത്രിക്കാൻ സാധിച്ചത്? ആർക്കാണതിനെ തട്ടിമാറ്റാൻ സാധിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിന്റെ 26-ാമത്തെ വചനത്തിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളായ ആളുകളെ അവർ ചെയ്ത തിന്മകളുടെ ഫലമായി പിടികൂടിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹ് ചോദിച്ചു, ഫകദ്ദബു റുസുലി, എന്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ നിഷേധിച്ച് തള്ളിയ ആളുകളെ നാം പിടികൂടി. ഫകൈഫ കാന നകീർ, ഫകൈഫ കാന നകീർ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ശിക്ഷാ നടപടി? ഞാൻ പിടികൂടിയാൽ പിന്നെ അത് എങ്ങനെ ഉണ്ടാകും? ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം കഠിനമായ പിടുത്തമായിരിക്കുമെന്ന ഖുർആനിന്റെ അധ്യാപനം സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ അടിക്കടി ആവർത്തിച്ച് ഓരോ വിഭാഗത്തെയും പിടികൂടിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഫകൈഫ കാന അസാബി വനുദർ, ഫകൈഫ കാന അസാബി വനുദർ, എന്റെ ശിക്ഷയും എന്റെ താക്കീതും എങ്ങനെ ഉണ്ടായിരുന്നു? സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയാനാകില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അധികമൊന്നും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ഗൗരവമുള്ള ചിന്ത ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവനോട് കൂടുതൽ അടുക്കാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച 11 കാര്യങ്ങളും നീ ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. അത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ അവസ്ഥകളും പ്രയാസങ്ങളും അറിയുന്ന റബ്ബേ, നീ അവർക്ക് ശിഫ നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.